അങ്ങനെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഞങ്ങൾ ചെറിയൊരു വിഷുവൊരുക്കങ്ങളാണ് കാണിക്കുന്നത്. വിഷുവൊരുക്കം എന്ന് പറയുന്നത് നമ്മൾ തലേന്ന് തന്നെ നല്ല വീടെല്ലാം നല്ല വൃത്തിക്കാക്കിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പൊക്കെയല്ലേ ചെയ്യുന്നത്. അപ്പം ഞാനും ഇവിടെയൊക്കെ കഴുകി തുടച്ചു. അങ്ങനെ ഇവിടെ എല്ലാം ഹാളും ബെഡ്റൂമും എല്ലാം ഒന്നുകൂടെ ഒന്ന് വൃത്തിയാക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ കണി വെക്കാനുള്ള ഒരുക്കങ്ങൾക്കായിട്ട് വിളക്കൊക്കെ കഴുകി എല്ലാം സെറ്റ് ചെയ്ത് തേച്ച് ഒരുക്കി എടുത്തു. ഇവിടെ നിന്ന് നമ്മൾ അങ്ങനെ വലുതായിട്ട് വിഷുവാഘോഷമൊന്നുമില്ല. പക്ഷേ കണിക്കൊന്നയൊക്കെ ഇഷ്ടംപോലെ നിൽപ്പുണ്ട് കേട്ടോ. ഇവിടെ ആയാലും നമുക്ക് പൂവൊക്കെ നമ്മുടെ നാട്ടിലെക്കാട്ടി വളരെ എളുപ്പത്തിൽ നമുക്ക് കിട്ടും. അങ്ങനെ വൈകുന്നേരം നടക്കാനൊക്കെ പോകുമ്പോൾ നമ്മൾ കണിക്കൊന്നയൊക്കെ പിച്ചാറുണ്ട്. അതുപോലെ തന്നെ അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ കിട്ടും കേട്ടോ. പിന്നെ വലിയ വിഷുവാഘോഷമായിട്ടൊന്നും ഇല്ല, സദ്യ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. ചെറിയൊരു വിഷുക്കണി മാത്രമേ ഉള്ളൂ. നമ്മുടെ കൊല്ലം ഭാഗത്തൊക്കെ ഏകദേശം അങ്ങനെ മാത്രമേ ഉള്ളൂ. നമുക്ക് വിഷുക്കണിയാണ് നമ്മുടെ പ്രധാന മെയിനായിട്ട് വരുന്നത്. അപ്പോൾ വീഡിയോ ഇടാൻ ഒരുപാട് താമസിച്ചു. വിഷുവൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് ദിവസമായി. ഇപ്പോഴാട്ടോ സമയമൊക്കെ കിട്ടിയത്. നമുക്കാകെ പ്രധാനം വിഷുക്കണി മാത്രമേ ഉള്ളതുകൊണ്ട് തന്നെ നമ്മളതിന് പണ്ടോട്ടേ അങ്ങനെ ചെയ്തു വന്നത്. വിഷുക്കണി എന്തായാലും നമ്മൾ എല്ലാ പ്രാവശ്യം ഒരുക്കും കേട്ടോ. രാവിലെ എണീറ്റ് കുളിച്ചിട്ട് വിളക്കൊക്കെ ഒരുക്കി കത്തിച്ച് കണിയൊക്കെ കണ്ടാണ് നമ്മുടെ ആ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാക്കി കേരളത്തിലെ മിക്ക ഭാഗത്തും വിഷുവിന് ഭയങ്കര ആഘോഷം, ഓണം പോലെ തന്നെയുള്ളൊരു ആഘോഷമായിട്ടാണ് കണക്കാക്കുന്നത് എന്ന് എനിക്കിവിടെ വന്നപ്പോൾ ഇങ്ങനെ മനസ്സിലായി. പല ആൾക്കാരും പറയുന്നത് കേട്ടിട്ട് ഇങ്ങനെ പടക്കം പൊട്ടിയിലും പിന്നെ അങ്ങനത്തെ സദ്യ ഒരുക്കലും എല്ലാം ഉണ്ടെന്ന്. പക്ഷേ ഞങ്ങളുടെ കൊല്ലം ഏരിയയിൽ വിഷുക്കണി മാത്രമേ ഉള്ളൂ. പിന്നെ ചില വീടുകളിൽ സദ്യ ഒരുക്കും. ഞങ്ങളുടെ അമ്മ വീട്ടിലാണെങ്കിൽ അമ്മയൊക്കെ ചില വിഷുവിനൊക്കെ സദ്യ ഒരുക്കാറുണ്ട് എന്നുള്ളതേ ഉള്ളേ. അല്ലാതെ വലിയതായിട്ടൊന്നുമില്ല. നമ്മുടെ കൊല്ലം ഏരിയയിൽ പൊതുവേ അങ്ങനെ ആരും വലുതായിട്ട് ആഘോഷിക്കാറൊന്നുമില്ല. അപ്പോൾ രാവിലെ കുളിച്ചു, വിളക്കൊക്കെ ഒരുക്കി കത്തിച്ചു, പിന്നെ അത് കഴിഞ്ഞ് അമ്പലത്തിൽ പോക്ക്, അത്രയൊക്കെയുള്ളൂ നമ്മുടെ വിഷു എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒരു ദിവസത്തേക്ക് ഏറ്റവും പ്രാധാന്യം വരുന്ന പൂവാണല്ലേ കണിക്കൊന്ന. അത്രയും നാളും പൂ തൊലഞ്ഞ് നിന്നിട്ട് ആ ഒരു സമയമാകുമ്പോഴത്തേന് നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ ചെന്ന് നോക്കുമ്പോൾ കണിക്കൊന്ന കിട്ടാനേ കാണത്തില്ല. പക്ഷേ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. അപ്പം കുറച്ച് കണിക്കൊന്ന കിട്ടിയായിരുന്നു. പക്ഷേ ചൂടായതുകൊണ്ട് ഭയങ്കര ചൂടാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ ആ ചൂടായതുകൊണ്ട് തന്നെ ഫ്രഷ് ആയിട്ടിരുന്നില്ല. നല്ലതായിട്ട് കുറേ കരിഞ്ഞു പോയെന്ന് തന്നെ പറയാം. വെള്ളമൊക്കെ തളിച്ച് വെച്ചെങ്കിലും പെട്ടെന്ന് തന്നെ അത് വാടിപ്പോയി. അത്രയും ചൂടാണ് കേട്ടോ. ഭയങ്കര ചൂടാണ് ഇവിടെ. ചൂടെന്ന് പറയുന്നത് ഇപ്പോൾ സഹിക്കാൻ വയ്യാത്ത ചൂടാണ് ഇവിടെ. നാട്ടിലും അങ്ങനെയാണ് പറയുന്നത് കേട്ടോ. നാട്ടിലും ഭയങ്കര ചൂടാണല്ലോ ഇപ്പം. ചൂടിപ്പോൾ എന്തായാലും സഹിക്കാൻ പറ്റാതായിട്ടുണ്ട്. ഈ സമയത്ത് വെള്ളമൊക്കെ കുടിച്ചില്ലെങ്കിൽ നല്ല പണി കിട്ടും. അതുകൊണ്ട് ഇഷ്ടംപോലെ വെള്ളമൊക്കെ കുടിച്ച് ഫ്രഷ് ആയിട്ട് ഇരിക്കാൻ നോക്കുക. കാരണം ഡീഹൈഡ്രേഷൻ്റെ പ്രശ്നങ്ങളൊക്കെ വരും. അതുകൊണ്ട് എല്ലാവരും വെള്ളം നല്ലോണമൊക്കെ കുടിക്കുക. ഭയങ്കരമായിട്ട് ചൂടിൻ്റെ സമയത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും വെള്ളമൊക്കെ കുടിച്ചില്ലെങ്കിൽ. അപ്പോൾ അങ്ങനത്തെ വിഷുവൊരുക്കങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ കാണിക്കാൻ വേണ്ടിയിട്ട് വലുതായിട്ടൊന്നും ഇല്ല. യൂട്യൂബിലാണ് ഞാൻ ഇടാഞ്ഞത് കേട്ടോ. പിന്നെ നമ്മുടെ പിന്നെ അടുത്ത് നോക്കുമ്പോൾ നമുക്കിങ്ങനെ ഓർക്കാനായിട്ടൊക്കെ ഒരു മൊമെൻറ്റ്സ് എന്നൊക്കെ പറയുന്നത് ഇതൊക്കെയല്ല ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് കിടക്കുമ്പോൾ അതിങ്ങനെ വീഡിയോ ആയിട്ട് ഇങ്ങനെ കിടന്നോളുമല്ലോ. അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെ ഒരു വിഷു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു കൊച്ചിലത്തെയൊക്കെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഭയങ്കര ആകാംക്ഷയാണ്, ഭയങ്കര സന്തോഷമാണ്. പക്ഷേ ഇപ്പോഴും എന്തോ ആ ഒരു പുതുമ ഒരു ഇത് എന്തോ കിട്ടുന്നില്ല എന്ന് തന്നെ പറയാം. അത്ര ഒരു ഫീലിംഗ് എന്തോ ഇല്ല. ഇപ്പം വലുതായതുകൊണ്ടുകൂടി ആയിരിക്കും. അതിപ്പം എന്താ പറയുക, എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. കുറേ പേരൊക്കെ ഞാൻ പറയുന്നത് എൻ്റെ ഫ്രണ്ട്സൊക്കെ വിളിക്കുമ്പോഴായാലും അങ്ങനെ പറയുന്നേക്കാം. പണ്ടത്തെ ആ ഒരു ഓണമായാലും വിഷു ആയാലും കിട്ടുന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഇപ്പം എന്തോ കുറഞ്ഞു വരുവാണെന്നുള്ള രീതിയിൽ. അങ്ങനെ പിന്നെ വിഷുക്കണിയുടെ വെച്ചിരുന്ന നമ്മുടെ കുഞ്ഞു ചക്ക ഉണ്ടല്ലോ, ആ ചക്ക എടുത്ത് ഞാനാണെങ്കിൽ ചെറുതായിട്ട് മസാല എടുത്തിട്ട് കറി വെച്ചു. അങ്ങനെ ഇന്ന് അത്രയൊക്കെ ഉള്ളായിരുന്നു കേട്ടോ. പിന്നെ ചെറിയ പപ്പടമൊക്കെ കാച്ചി അങ്ങനത്തെ കുറച്ച് കറികളൊക്കെ വെച്ചു. അപ്പോഴത്തേന് പിന്നെ എനിക്കൊരു പാഴ്സൽ വന്നു. നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഇവിടെ കുറേ സാധനം വാങ്ങിച്ചതൊക്കെ അല്ലാതെ ഇങ്ങനെ കവറിലൊക്കെ ആയിരുന്നു വെച്ചേക്കുന്നത്. അപ്പോൾ ടിന്നിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം ഇതിന് 3 എണ്ണത്തിനൂടെ 200 സംതിങ് ആയിട്ടുള്ളൂ കേട്ടോ. ഇത്രയൊന്നും കൃത്യമായിട്ട് ഓർക്കുന്നില്ല. എന്തായാലും 300 താഴെയാണ്. അപ്പോൾ അങ്ങനെ ഒരുവിധം ക്വാളിറ്റിയൊക്കെയുള്ള നല്ല 3 കണ്ടെയ്നേഴ്സാണ് കിട്ടിയത്. പ്ലാസ്റ്റിക്കാണ്, എന്നാലും കുഴപ്പമില്ല. നമുക്കിങ്ങനെ കുടഞ്ഞിടാത്തതെന്ന് വെച്ചാൽ കവറിലെ പാക്കറ്റ് സാധനങ്ങളൊക്കെ നമുക്ക് ഇതിനകത്തോട്ട് വെക്കാൻ പറ്റുന്ന 3 നല്ല അടിപൊളി ബോക്സാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയിൽ, ഒരുവിധം ക്വാളിറ്റിയിൽ പ്ലാസ്റ്റിക് ആയാലും വരുന്ന നല്ല ഇതാണ്. പിന്നെ അപ്പോഴത്തേന് വെള്ളമൊക്കെ നമുക്ക് ഇവിടെ 2ആയിട്ടാണ് വെള്ളം വരുന്നത്. അപ്പം വെള്ളം വന്നു. അങ്ങനെ വെള്ളം വന്നപ്പം പിന്നെ കുറച്ച് ജോലികളുണ്ടായിരുന്നു. പാത്രം കഴുകാനും അത് നല്ല സ്പീഡിൽ വരുന്നുണ്ട്. അങ്ങനത്തെ പാത്രം കഴുകുക അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ ആ രീതിയിൽ നടന്നു. ഞാനാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഇതുപോലത്തെ ടിന്ന് വാങ്ങിക്കാനാണെങ്കിൽ ഇവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയായിരുന്നു. പോയപ്പം ഭയങ്കര വിലയും പിന്നെ അത്ര ക്വാളിറ്റി ആ വിലയ്ക്കുള്ളതായിട്ട് തോന്നിയില്ല എനിക്ക്. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ വിഷുവൊരുക്കങ്ങളും വിഷുക്കണികളും ഒക്കെ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീഡിയോ